ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എനിക്ക് ഋതികയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് അറിയണം. പറയ്, എന്താണ് ഋതികയുടെ ആഗ്രഹം? രോഹൻ, എനിക്ക് രോഹനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അങ്ങനെ പറയല്ലേ ഋതിക. താൻ എന്തിനാ എന്നൊരു അന്യനായി കാണുന്നത്? താൻ ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ രോഹൻ. താൻ ഇരിക്കടോ പ്ലീസ്. താൻ ഇനി ഇവിടെ ഇരുന്ന് എന്നോട് കുറച്ചേറെ സംസാരിക്കുന്നതിന് ഞാൻ ഇനി ആരുടെ അനുവാദം വാങ്ങണം? വർമ്മകളുടെ അനുവാദം മതിയോ? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. വേണ്ട, അച്ഛനെ വിളിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ രോഹൻ എന്താ വേണ്ടേ? ഞാനിവിടെ ഇരിക്കണം, അത്രല്ലേ ഉള്ളൂ. മതിയോ? അയ്യോ, എന്നെ ഇങ്ങനെ ശത്രുവിനെ പോലെ കാണല്ലേ ഋതിക. ആ ശരി, അത് വിട്, നമുക്ക് മാറ്ററിലേക്ക് വരാം. ഋതിക ഏത് കോഴ്സാ പഠിച്ചേ? BSc ഫിസിക്സ്. ഓ, ഫിസിക്സ് ആയിരുന്നോ? ഫിസിക്സ് പഠിച്ചവർക്ക് തുടർന്ന് പഠിക്കാൻ പറ്റിയ കോഴ്സ് എന്ന് പറയുമ്പോ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അല്ല, നമ്മളെന്തിനാ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്? നമുക്കേ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാം. ഋതികയ്ക്കറിയാലോ, ഞാനൊരു എഞ്ചിനീയറാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയിൽ എന്റെ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങണം. എന്നിട്ട് അവിടെ സെറ്റിൽഡ് ആവണം. വെറുതെ അങ്ങനെ അമേരിക്കയിൽ എവിടെയെങ്കിലും സെറ്റിൽഡ് ആവണമെന്നല്ല, ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ സെറ്റിൽ ആകണം. അതും ആ നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് തന്നെ ഒരു പടുകൂറ്റൻ ബംഗ്ലാവ് തന്നെ പണിയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എഞ്ചിനീയറാണ്. സോ എന്റെ കൺസെപ്റ്റിലായിരിക്കും ഞാൻ ആ ബംഗ്ലാവ് പണിയുന്നത്. അത് ആ നഗരത്തിൽ തന്നെ ഏറ്റവും മികച്ച കെട്ടിടങ്ങളിൽ ഒന്നായിരിക്കും. അവിടെ ഞാനും ഋതികയും നമ്മുടെ മക്കളും മാത്രം, വേറെ ആരും വേണ്ട. ആ ബംഗ്ലാവ് പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കമ്പനിക്ക് ഓർഡറുകളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും, അതുറപ്പാ. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ US-ലെ ടോപ്പ് മോസ്റ്റ് കമ്പനികളുടെ ലിസ്റ്റിൽ എന്റെ കമ്പനി ഉണ്ടാകും. ഋതിക വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്ത് തള്ളായി തള്ളുന്നതെന്ന്, അല്ലേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചാലും ഋതിക ഇല്ലെന്നല്ലേ പറയും. എന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതി ഋതിക അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. ഋതിക എന്നോട് എങ്ങനെയൊക്കെ എപ്പോ പെരുമാറിയാലും മനസ്സിന്റെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ഞാൻ ഋതികയോട് സംസാരിച്ചതൊന്നും വെറും തള്ളല്ല. അതിനുള്ള ഫണ്ടൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുകയേ വേണ്ടൂ. പിന്നെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കാറ്. ഈ ലോകത്തിൽ തന്നെ മോസ്റ്റ് വാല്യുബിൾ ആയ ഒരു കാറ്, റോൾസ് റോയ്സ് ലാറോസ് നോറി ഡ്രോപ്പ് ടെയിൽ. വില എത്രയാണെന്നറിയാമോ? 252 കോടി. അതാ ബംഗ്ലാവിന്റെ മുറ്റത്ത് അങ്ങനെ കിടക്കണം. അതിലായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് യാത്രയും. വേറെയും കുറെ അധികം ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞു തീരുകയില്ല, ഋതികയ്ക്ക് ബോറടിക്കുകയും ചെയ്യും. സോ ഇനി എനിക്ക് ഋതികയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് അറിയണം. പറയ്, എന്താണ് ഋതികയുടെ ആഗ്രഹം? രോഹൻ, എനിക്ക് രോഹനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? രോഹൻ പറഞ്ഞതുമാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്നവരെ രോഹൻ ഇഷ്ടമാണെന്ന്. അതെ, ഞാൻ പറഞ്ഞു. ഇഷ്ടമാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്, അല്ലാതെ ഇഷ്ടമല്ലെന്നല്ലോ. ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഋതികയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന്. ഋതികയെ പോലൊരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുക? സോ എന്റെ മനസ്സിൽ ഋതിക മാത്രമേ ഉള്ളൂ, കേട്ടോ? ഋതികയോടൊപ്പം ഉള്ളൊരു ജീവിതം മാത്രം. കല്യാണം കഴിയുമ്പോ ആ ഇഷ്ടക്കേടൊക്കെ അങ്ങ് മാറുന്നേ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ മാറ്റാവൂന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിന് മുൻപും മാറ്റാം, എപ്പോ വേണമെങ്കിലും മാറ്റാം. അതൊക്കെ ഋതികയുടെ ഇഷ്ടം.
ഞാനതിൽ തലയിടാനൊന്നും വരില്ല. പക്ഷേ ഋതിക കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ തന്നെ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഞാൻ അത്രമാത്രം സ്വപ്നം കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഋതികയെ. നമ്മൾ ഒത്തുള്ളൊരു ജീവിതം, ഞാനും ഋതികയും നമ്മുടെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ലൈഫ്. എന്റെ ദൈവമേ, ഈ മണ്ടനെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്? എന്നിട്ടങ്ങ് പോയാലോ? അതേ ഉള്ളൂ ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം. റോഹൻ ഇരിക്കെ, ഞാനൊന്ന് റൂമിലേക്ക് പോവാ. ഞാൻ പറഞ്ഞില്ലേ, കോഴ്സിനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യണം. അല്ല, പോയേ പറ്റൂ നിർബന്ധമാണോ? അതെ. ആ, എന്നാ ഞാനും കൂടി വരാം. നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. രാജു, വാ ഇരിക്കേ. ഏയ് വേണ്ട മേഡം, ഞാൻ ഇവിടെ നിന്നോളാം. രാജു, ഞാൻ ഇനി ഏത് കോഴ്സ് ചെയ്താലാ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുക? ശരിക്കും എന്താടാ പറ്റിയേ? എടാ, നീ എന്റെ കയ്യിൽ തന്ന ആ മറ്റേ സാധനം ഇല്ലേ? എടാ, അത് ഞാൻ മറ്റവന്റെ കാറിലാ വെച്ചത്. ആ റോഹന്റെ. അത് നോക്കിയപ്പോ ഇപ്പൊ അത് അമ്മാവന്റെ കാറിലിരിക്കുന്നു. എന്റെ അമ്മയെ കുരിശായല്ലോ. എന്ത് ചെയ്യും? നിന്റെ അമ്മാവനെ ഒന്ന് ഫോൺ വിളിച്ചേ. ആ ശരി. ഇല്ലല്ല, ഞാനിതാ പോയിക്കൊണ്ടിരിക്കുക. ഇല്ല, കുറച്ച് സമയം കൂടെ എടുക്കും. ആ, അവിടെ കാര്യങ്ങളൊക്കെ എന്തായി? അമ്മാവ എൻഗേജ്ഡാ. അയ്യോ, എടാ പണി പാളും ദീപക്കെ. കിട്ടുന്നില്ലല്ലോടാ. ശരി, ഞാൻ വിളിക്കാം. എടാ, വേഗം വിടങ്ങോട്ട്. സർ, ഐ ആം അശോക്, ആന്റി നാർക്കോട്ടിക്സിലെ സ്പെഷ്യൽ വിംഗിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. സാറിന്റെ വണ്ടിയിൽ മയക്കുമരുന്ന് കടത്തുന്നു എന്നൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. സോറി സർ, ഞങ്ങൾക്ക് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. മയക്കുമരുന്നോ? നിങ്ങൾ എന്ത് വിവരമില്ലായ്മയായി പറയുന്നേ? അതും എന്റെ കാറിലോ? സോറി സർ, ഞങ്ങളോട് സഹകരിക്കണം. ശരി, എന്താന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ. സെർച്ച് ചെയ്യണം.